1, 2, 3. ദൈവത്തിന് മഹത്വം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശയകരമായ നാമത്തിൽ ജെറൂസലേം മിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യേശു ആര് എന്ന വിഷയത്തിലെ 7ാമത്തെ ഭാഗമാണല്ലോ ഇന്ന് ഈ വീഡിയോ. ദൈവം ത്രിയേകനത്രേ. തൃത്വത്തിൽ നിന്നും അഥവാ ത്രിയേക അവസ്ഥയിൽ നിന്നും സൃഷ്ടിക്കായി വേർപെട്ട് രണ്ടാമനായി ഭവിച്ച വ്യക്തിത്വമത്രേ പുത്രനായ ദൈവം. അത് ഏകത്വവും തുല്യമായ പദവിയിൽ നിന്നും താഴ്ച സ്വീകരിച്ച അനുഭവമായിരുന്നു. മനുഷ്യബുദ്ധിയുടെ വിലയിരുത്തലുകളിൽ അതിനെ നിർവചനം ചെയ്യുക അസാധ്യമാണ്. ഒരു സൃഷ്ടി പോലും നമ്മെ വിസ്മയിപ്പിക്കുന്നുവെങ്കിൽ സർവ സൃഷ്ടിഗണങ്ങളുടെയും മീതെ ലസിതമായി നിൽക്കുന്ന അതിമഹാ വ്യക്തിത്വമാണ് പുത്രൻ. പിതാവായി നിലകൊണ്ടു നിന്ന യഹോവയുടെ കൽപ്പനയെങ്കിൽ പരിശുദ്ധാത്മാവാം ദൈവവും പുത്രനോടൊപ്പം പ്രവൃത്തിയിൽ പങ്കാളിയായി എന്ന് നാം പ്രാരംഭത്തിൽ ചിന്തിച്ചുവല്ലോ. വിശുദ്ധ ബൈബിൾ ഏകദേശം 6000 വർഷത്തെ ചരിത്രമാണ് ആദാമ്യ വർഗത്തോടുള്ള ബന്ധത്തിൽ പറയുന്നതെങ്കിലും ആദിയിൽ ദൈവം ആകാശം അഥവാ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്ന 1-ാം വാക്യത്തിലെ കാല ദൈർഘ്യം ഘട്ടം 7 എത്ര സഹസ്രങ്ങളുടെ സങ്കലനമാണെന്ന് ഒരു സംവിധാനം കൊണ്ട് തിട്ടപ്പെടുത്താനാവില്ല. അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കെ ആ അവസ്ഥയിൽ നിന്നും സൃഷ്ടികർമ്മം ചെയ്യാൻ വേർപെട്ടപ്പോഴാണ് പുത്രനായ ദൈവമായി മാറുന്നത്. സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ. ഈ ദൈവപുത്രൻ ആദാമിനെ സൃഷ്ടിക്ക് മുൻപേ അത്യുന്നതനായ സ്വപിതാവിൻ്റെ ആനന്ദമായി അധികാരിയായിരിക്കുകയാണല്ലോ. ആരാധനാ സംഘത്തലവനായ ലൂസിഫറിൻ്റെ കുബുദ്ധിയാൽ ലൂസിഫറും വൃന്ദങ്ങളും യഹോവയുടെ വെട്ടേറ്റ് അവരുടെ പദവികളിൽ നിന്നും വാസസ്ഥലങ്ങളിൽ നിന്നും താഴേക്ക് വീണത്. സൃഷ്ടി നിർവഹണത്തിനായി പിതാവിനോടുള്ള സമത്വം മാറ്റിവെച്ച് അവിടുന്ന് ദൈവപുത്രനായി കാലമില്ലാത്തവൻ ഇപ്പോൾ സൃഷ്ടിയുടെ അഥവാ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ പ്രപഞ്ചങ്ങളുടെ കാലത്തിലൂടെ നിലകൊണ്ട് ഇപ്പോൾ എത്ര കാലമായിരിക്കുന്നു ദൈവപുത്രനായി ഭവിച്ചിട്ട് എന്നത് നിർണയിക്കുവാനോ വിചിന്തനം ചെയ്യുവാനോ പ്രപഞ്ചങ്ങളുടെ ആദ്യ കണികയെ പരിശോധിക്കാമെന്ന് വന്നാൽ പോലും ഒരു കുബുദ്ധിക്കും ആവില്ല. എല്ലാ നിരീശ്വരനും ദൈവമുണ്ടാക്കിയ സംവിധാനങ്ങൾ കിടന്ന് നട്ടം തിരിയുന്ന കൃമികീടങ്ങൾ മാത്രം, വെറും ലാർവകൾ. ഇവിടുത്തെ കാറ്റോ മിന്നലോ വാതകങ്ങളോ അധികരിച്ചാൽ, ക്രമം തെറ്റിയാൽ ഏത് നാസ്തികനും ഇവിടെ ദൈവത്തിൻ്റെ ക്രമീകരണത്തിൽ കൈയടത്താൻ നോക്കുന്ന വങ്കത്വങ്ങളും ലിബറൽ ആറ്റിറ്റ്യൂഡ്സ് ഓർമ്മകളുടെ ചവറ്റുകൊട്ടയിൽ പോലും കാണുകയില്ല. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവിക ഉന്നതിയിൽ നിന്ന് സൃഷ്ടി നടത്തുവാൻ വെളിപ്പെട്ട ദൈവപുത്രൻ്റെ വരുതിയിലാണ് എല്ലാം. നാം ഇപ്പോൾ ചിന്തിച്ചതുപോലെ ദൈവപുത്രനായി അവിടുന്ന് വെളിപ്പെട്ടു. ഈ പുത്ര അവസ്ഥയിൽ കാലമില്ലാത്തവൻ നമ്മുടെ കാലത്തിൽ എത്ര കാലം തുടരുന്നെന്നോ പറയുക അസാധ്യമാണ്. അഥവാ അനാദിക്ക് ശേഷം വെളിപ്പെട്ട് വന്ന ദൈവപുത്രൻ്റെ പഴക്കം പറയുവാൻ ആർക്കും കഴിയുകയില്ല. ആദിയിലെ സൃഷ്ടിപ്പിന് ശേഷം സാത്താൻ്റെ ഉത്ഭവവും ഭൂമി പാഴായും ശൂന്യമായും ഹോംലെസ് ഇരുന്നു എന്ന ഉൽപ്പത്തി
1 2 വാക്യങ്ങൾക്കിടയിലെ കാലപരിധിയും എത്രയെന്ന് നിർണയിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും ദൈവം പ്രധാനമായി 2 പ്രാവശ്യം സൃഷ്ടിപ്പിൽ ഇടപെടേണ്ടി വന്നു. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ദൈവം. 1 സൃഷ്ടിപ്പും 2 പുനഃസൃഷ്ടിപ്പും, റീക്രിയേഷൻ. പുനഃസൃഷ്ടിപ്പിലെ 6-ാം ദിവസമാണല്ലോ ആദം ഹൗവമാർ രംഗപ്രവേശം ചെയ്യുന്നത്. അവർ നിഷ്കൽമഷ യുഗത്തിൽ ഏദൻ പൂങ്കാവനത്തിൽ എത്ര കാലം മോദിച്ച് ജീവിച്ചു എന്നതും കണക്കാക്കാൻ കഴിയില്ല. ദൈവപുത്രനായി നിലനിന്ന ദൈവം ഭൂമിയിലും ഇതര മേഖലകളിലും ഇടപെടാനത്രേ അവിടുന്ന് സ്വീകരിച്ച താഴ്ചയുടെ അവസ്ഥയിൽ, അഥവാ യഹോവയുടെ വലങ്കരം എന്ന നിലയിൽ വർത്തിച്ച് പുത്രൻ നിൽക്കുന്നത്. അല്ലാതെ യഹോവ ഏലോഹിയുമായി തൻ്റെ സൃഷ്ടിയിലേക്ക് ഇറങ്ങിയാൽ സർവ്വതും നാസ്തി. അവിടുന്ന് ദൈവപുത്രനായി മാത്രം ഏതന്യ പാപം വരെ ആയിരിക്കെ ആ മനുഷ്യ പാപത്തിൻ്റെ ശാപഗ്രസ്തതയിൽ ഭൂമിയും സൃഷ്ടിജാലങ്ങളും വീഴുക യഹോവയായ ദൈവം അരുളി ചെയ്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഉൽപ്പത്തി 1:15. ഉടൻ അവിടുന്ന് മനുഷ്യപുത്രനായും താഴ്ത്തപ്പെടുകയാണ്. മനുഷ്യൻ നിമിത്തമുണ്ടായ ദൈവത്തിൻ്റെ താഴ്ച മനുഷ്യപുത്രൻ എന്ന നിലയിലേക്ക്. ഇത് ലോക സ്ഥാപനത്തിന് മുൻപേ നിർണയിക്കപ്പെട്ടിരുന്നു എങ്കിലും ആ നിർണയം എന്നത് മനുഷ്യ നിമിത്തം വന്നു ഭവിക്കാനാവുന്ന ഭാവിയെ ദൈവം സർവജ്ഞാനത്തിൽ മുൻകൂട്ടി കണ്ടു എന്നതത്രേ. അങ്ങനെ ദൈവസമത്വത്തിലായിരുന്നവൻ ദൈവപുത്രനായി ഇപ്പോൾ ഇതാ മനുഷ്യപുത്രനായും ഗണിക്കപ്പെട്ടു. സൺ ഓഫ് ഗോഡ് ആൻഡ് സൺ ഓഫ് മാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ തെറ്റിൻ്റെ മുൻപിലും അവിടുന്ന് നമുക്ക് വേണ്ടി മുറിവേറ്റിട്ടുണ്ട്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവരെ കണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിതപിക്കുന്നുണ്ട്. പുത്രനായ ദൈവം, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്ന 2 ജന്മങ്ങൾ കൈവരിക്കെ അതിൽ 2025 വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യപുത്രനായി വരും മുൻപേ ദൈവപുത്രൻ മാത്രം ആയിരുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രനായി അവതരിക്കും മുൻപുള്ള തൻ്റെ ഭൂമിയിലെ പ്രത്യക്ഷതകളെപ്പറ്റി അടുത്ത വീഡിയോകളിൽ ചിന്തിക്കാം. ദൈവപുത്രൻ്റെ ഭൗമിക പ്രത്യക്ഷതകളെ, മനുഷ്യനായി വരും മുൻപുള്ള ഗമനാഗമനങ്ങൾ, സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ്റെ ഭൗമിക പ്രത്യക്ഷതകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. വന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് യേശുവിനെക്കുറിച്ച്, നമ്മുടെ രക്ഷകനെക്കുറിച്ച്, ദൈവപുത്രനായ മനുഷ്യപുത്രനായ ഈ യേശുവിനെക്കുറിച്ച് അധികമായി നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ഏവർക്കും വീണ്ടും എൻ്റെ സ്നേഹാദരം.